CPM-ന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്കും ഹവാല ഇടപാടുകളിലും അന്വേഷണം ആരംഭിച്ചു. ED ഹവാല ഇടപാടിൽ വീണ വിജയനെതിരെ ഫെമ കേസും രജിസ്റ്റർ ചെയ്യും. 20 കോടിയുടെ ഇന്ത്യൻ കറൻസി ഇടപാടിലും ദുരൂഹതകളുണ്ട്. മാസപ്പടി കേസിൽ പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും അടക്കം ചോദ്യം ചെയ്യാനുമാണ് EDയുടെ നീക്കം. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളെക്കുറിച്ചും ED അന്വേഷണമുണ്ട്. 2021 വീണ ടി സോളസ് എന്ന പരസ്യ കമ്പനിക്ക് പണം കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പണം കൈമാറിയതെന്നാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായത്. CMR-ൽ നിന്ന് ലഭിച്ച പണമാണോ കമ്പനിക്ക് നൽകിയതെന്നതിൽ വ്യക്തത വരുത്തും. വീണയുടെ ഡയറിയിൽ നിന്നാണ് സോളസ് കമ്പനിയുമായുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ EDക്ക് ലഭിച്ചത്. മാസപ്പടി കേസിൽ വീണയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മെയ് 27-ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ ചുവന്ന പുറംചട്ടയുള്ള ഡയറി പിടിച്ചെടുത്തിരുന്നു. ഈ ഡയറിയിലെ ആദ്യ 9 പേജുകളിൽ പണമിടപാടുകളുടെ വിവരങ്ങളും പണം കൈപ്പറ്റിയ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരുകൾ ഉണ്ടായിരുന്നു. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനങ്ങൾ കൂടി കണ്ടെത്തിയതോടെ വീണയ്ക്കെതിരെ ഫെമ പ്രകാരവും കേസെടുക്കും. വീണ ദുബായിലേക്ക് കടത്തിയത് 85 ലക്ഷം രൂപയാണ്. പണം നൽകിയത് ആർക്കാണെന്നും കണ്ടെത്തേണ്ടതുണ്ട്. 20 കോടി രൂപയുടെ ഇന്ത്യൻ കറൻസി ഇടപാടുകളും ദുരൂഹമാണ്. ഇന്റർനെറ്റ് കോളിന് വേണ്ടി വീണ ഉപയോഗിച്ച സിം കാർഡ് DYFI നേതാവ് നന്ദുലാലിന്റെ പേരിലെന്നും ED കണ്ടെത്തി. സിം കാർഡ് നൽകിയത് വീണയും റിയാസും പറഞ്ഞിട്ടാണെന്നാണ് നന്ദുലാലിന്റെ മൊഴി. പുതിയ തെളിവുകളുടെയും അനുബന്ധ രേഖകളുടെയും അടിസ്ഥാനത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യും. മുഹമ്മദ് റിയാസിനും P. നിഖിലിനും നന്ദുലാലിനും ഉടൻ സമൻസ് അയക്കും. ജനം, കൊച്ചി.